സിറ്റിയുടെ ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ സിറ്റി നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ ഒരു പ്രഷർ നേരിടാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നൊരു കാര്യമാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ 2026 ഒരു 3-ാം പാദം വരെയായിരുന്നു ആദ്യം ഒരു വ്യൂ പോയിന്റിലൊക്കെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒരു പ്രഷർ നേരിടുക എന്നൊരു വ്യൂ പോയിന്റ് സിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ റിവൈസ്ഡ് ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ 4-ാം പാദത്തിലും 2027 സാമ്പത്തിക വർഷത്തിൻ്റെ 1-ാം പാദത്തിലും ഈ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലുള്ളൊരു പ്രഷർ തുടരും എന്നൊരു കാര്യമാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലുള്ള ഒരു പ്രഷർ വർദ്ധിക്കുന്നു എന്നുള്ളതൊക്കെയുള്ളത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി തന്നെ നിലവിലിപ്പോൾ ചലഞ്ച് ചെയ്യപ്പെടുന്നു എന്നൊരു കാര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ്ങിൻ്റെ ഏർണിങ്സ് കുറയാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. നിയർ ടേമിൽ പരിശോധിക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്തിനുള്ള ഒരു സാധ്യതയും നിലവിലിപ്പോൾ ആക്സിസ് ബാങ്കിൽ കാണാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം അവരിപ്പോൾ പറയുന്നു. കൂടാതെ വാല്യുവേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹൈ വാല്യുവേഷനായിട്ട് അതൊരു ഒപ്റ്റിമം വാല്യുവേഷനിലാണ് സിറ്റി ഇപ്പോൾ ആക്സിസ് ബാങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നൊരു കാര്യമാണ് സിറ്റി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല.